നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പൂയം നക്ഷത്രക്കാരുടെ 2025 ഒക്ടോബർ മാസഫലമാണ്. ഈ മാസം കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധാരണയേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് ചെലവിടേണ്ടി വരും. ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെ തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയുകയും ചെയ്യുന്നതാണ്. നിലവിലെ തൊഴിലിൽ നിന്ന് മാറി സ്വന്തമായ ഒരു വ്യാപാരം തുടങ്ങാനുള്ള ശക്തമായ സാധ്യതകളുമുണ്ട്. എന്നിരുന്നാലും കൂട്ടുകച്ചവടത്തിൽ വിശ്വസ്തത കുറവ് കാരണം പിന്മാറേണ്ടി വന്നേക്കാം. ഇതൊരു താൽക്കാലിക പ്രതിസന്ധിയായി മാത്രം കാണുക. ദാമ്പത്യത്തിലും മറ്റ് അടുത്ത ബന്ധങ്ങളിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് ബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അനുഭവ സമ്പത്തുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച് ഭൂമി ഇടപാടുകളിൽ പണം നിക്ഷേപിക്കാൻ അവസരമൊക്കെ ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി സഹപ്രവർത്തകരെ സഹായിക്കേണ്ട സാഹചര്യവും ഉരുത്തിരിഞ്ഞു വരാനും ഇടയുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും പ്രമേഹം, നാഡീ, വാതരോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ആയുർവേദ ചികിത്സയും യോഗയും പോലുള്ള കാര്യങ്ങൾ ആവശ്യമായി വന്നേക്കാം. 2025 ഒക്ടോബർ മാസത്തിലെ പൊതുഗ്രഹസ്ഥിതികൾ മനസ്സിലാക്കുന്നത് ഈ മാസം സൂര്യൻ കന്യരാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് മാറുന്നു. ഒക്ടോബർ 17 സൂര്യൻ തുലാൻ രാശിയിൽ പ്രവേശിക്കുകയാണ്. ജ്യോതിഷത്തിൽ തുലാൻ രാശി സൂര്യൻ്റെ നീചരാശിയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് സൂര്യൻ്റെ സ്വാഭാവികമായ ഊർജത്തെയും ആത്മാഭിമാനത്തെയും കുറച്ചു കാലത്തേക്ക് ദുർബലമാക്കാനുള്ള ഇടയുണ്ട്. ഈ മാറ്റം കാര്യങ്ങൾക്ക് കാലതാമസം വരുത്താനും ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കാനും കാരണമാകാം. മാസത്തിൻ്റെ തുടക്കത്തിൽ ചന്ദ്രൻ ശുക്ലപക്ഷത്തിലാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 6-നും 7-നും പൗർണമി വരുന്നുണ്ട്. തുടർന്ന് കൃഷ്ണപക്ഷം ആരംഭിക്കുകയും ഈ ചന്ദ്രൻ്റെ സഞ്ചാരം മാനസികാവസ്ഥയിലും വികാരങ്ങളിലും സ്വാധീനം ചെലുത്തുകയും ചെയ്യും. രാഹു കുംഭൻ രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലുമായാണ് തുടരുന്നത്. രാഹുകേതുക്കളുടെ ഈ സ്ഥാനം ദീർഘകാല അടിസ്ഥാനത്തിൽ പല ജീവിത മേഖലകളിലും സ്വാധീനവും ചെലുത്തും. ശനി, വ്യാഴം തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം 2025 പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ശനിയുടെ രാശിമാറ്റം ദീർഘകാലമായ രോഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നതായി സൂചനയിൽ കാണുന്നുണ്ട്. വർഷം മുഴുവൻ കാര്യങ്ങൾക്ക് കാലതാമസവും അധികം ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പുതിയ അവസരങ്ങളും സാമൂഹികമായ അംഗീകാരങ്ങളും ലഭ്യമാകുന്ന സമയമാണിത്. സമൂഹത്തിൽ ഉന്നതരമായി പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരമൊക്കെ ലഭിക്കും. ഈ ബന്ധങ്ങൾ പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാനും സഹായകമാകും. വർഷങ്ങൾക്ക് ശേഷം പഴയ സഹപാഠികളെ കണ്ടുമുട്ടാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടാകും. വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്വന്തം മകൻ്റെ ഉയർച്ചയിൽ സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നും. ഈ പൊതുപ്രവണതകളെ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുമായി ബന്ധിപ്പിച്ചാണ് അടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ വിശദമായി നമ്മൾ നോക്കാൻ പോകുന്നത്. പൂയം നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബറിൽ തൊഴിൽ മേഖലയിൽ ഒരു പ്രധാന മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായി വ്യാപാരത്തിൽ പണം മുടക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ പുതിയ പാതയിൽ ഒരു വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതേ വിവരങ്ങൾ തന്നെ പറയപ്പെടുന്നുമുണ്ട്. അതായത് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ട്. ഈ രണ്ട് വിവരങ്ങളും ഒക്ടോബർ മാസത്തിലെ സാഹചര്യവുമായി ബന്ധിപ്പിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു വ്യക്തി ജോലി ഉപേക്ഷിച്ച് ബിസിനസ് പാർട്ണർഷിപ്പിൽ ചേരാൻ തീരുമാനിക്കുകയും എന്നാൽ വിശ്വാസക്കുറവ് കാരണം അതിൽ നിന്ന് പിന്മാറി സ്വന്തമായി ബിസിനസ് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിൽ യാത്രയുടെ സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒക്ടോബറിൽ നടക്കുന്ന സൂര്യൻ്റെ നീചരാശി സഞ്ചാരം ഈ വിശ്വാസക്കുറവും കാര്യങ്ങൾ നടക്കാനുള്ള കാലതാമസവും അധിക ചെലവുകളും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഗ്രഹസ്ഥിതി പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വേണം ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കാനും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു തീരുമാനവുമായിരിക്കും. കൂടാതെ തൊഴിൽപരമായ കാര്യങ്ങളിൽ സഹപ്രവർത്തകരെ സാമ്പത്തികമായി സഹായിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകുന്നതാണ്. ഈ സഹായങ്ങൾ വഴി ബന്ധങ്ങൾ മെച്ചപ്പെടുമെങ്കിലും വ്യക്തിപരമായ സാമ്പത്തിക ഭാരം താൽക്കാലികമായി വർദ്ധിക്കാനും ഇടയുണ്ട്. ചുരുക്കത്തിൽ ഒക്ടോബർ മാസം തൊഴിൽപരമായ ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് ഉണ്ടാകുന്ന തിരിച്ചടികൾ ഒരു പുതിയ പാതയിലേക്ക് നയിക്കുന്ന താൽക്കാലിക വെള്ളിയായി മാത്രമേ കണക്കാക്കാവൂ. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഒരു വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ഇത് ഒക്ടോബർ മാസത്തിൽ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കച്ചവടത്തിൽ നിന്ന് പിന്മാറും എന്ന സൂചന തന്നിരുന്നു. അത് ദാമ്പത്യ ബന്ധങ്ങളിലെ ഒരു സൂക്ഷ്മമായ വെല്ലുവിളിയായി കാണാനും കഴിയും. ഒക്ടോബറിൽ സൂര്യൻ അതിൻ്റെ ദുർബലമായ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആശയവിനിമയങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്.
ഈ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയും പരസ്പര ധാരണയും ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ്. ഇത് ജ്യോതിഷ പ്രവചനങ്ങൾക്കപ്പുറം പ്രായോഗികമായ ഒരു ജീവിത ഉപദേശം കൂടിയാണ്. പൂയം നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ മാസത്തിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യവുമാണ്. ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് മുൻകൂട്ടി കണ്ട് കൂടുതൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നത് നിർബന്ധമാക്കുക. ദീർഘകാലമായി പ്രമേഹ, നാഡീരോഗങ്ങൾ, വാതരോഗങ്ങൾ തുടങ്ങിയുള്ളവർക്ക് ചികിത്സകൾ ആവശ്യമായി വരും. പൊതുവെ ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കുമ്പോൾ തന്നെ പഴകിയ രോഗങ്ങൾ പൂർണ്ണമായി വിട്ടുമാറില്ലെന്നും അവയ്ക്ക് കൃത്യമായ പരിചരണവും ചികിത്സയും ആവശ്യമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണിത്. ഒക്ടോബർ 17 മുതൽ സൂര്യൻ അതിൻ്റെ നീചരാശിയിൽ തുടരുന്നതിനാൽ സൂര്യനുമായി ബന്ധപ്പെട്ട ഭജനകൾ ചെയ്യുന്നതും ഗുണകരമാകും. ആദിത്യ ഹൃദയ സ്തോത്രം പോലുള്ള മന്ത്രങ്ങൾ പതിവായി ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. 2025 ഒക്ടോബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ നടന്ന സമയമാണ്. ഈ മാസം കാര്യങ്ങൾക്ക് കാലതാമസം നേരിടാനും അധിക ചെലവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെങ്കിലും തൊഴിൽപരമായ പുതിയ പാതകൾ കണ്ടെത്താൻ ഇത് സഹായകമാകുന്നതാണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നതും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതും നിർണായകമാണ്. ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് അവരവരുടെ ജനന സമയത്തെ ഗ്രഹനിലകളെ ആശ്രയിച്ചിരിക്കും.